ഓക്കെ, ഇന്ന് നമുക്ക് പ്രപ്പോർഷൻ നോക്കാം. പേജ് നമ്പർ 182. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാണേ. ഓക്കെ, കൂടുതൽ പ്രോബ്ലം ചെയ്ത് സമയം തീർക്കുന്നില്ല. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ദെൻ പേജ് നമ്പർ 182, പ്രപ്പോർഷൻ. എന്താ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാല്? പ്രപ്പോർഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? പ്രപ്പോർഷൻ, പ്രപ്പോർഷണാലിറ്റി, പ്രപ്പോർഷൻ ആയിട്ട് ചെയ്യുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രപ്പോർഷൻ കേട്ടിട്ടുണ്ട്. പ്രപ്പോർഷൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല അല്ലേ? If two ratios are equivalent, then the four quantities are said to be in proportion. രണ്ട് റേഷ്യോസ്, രണ്ട് ഈക്വലന്റ് റേഷ്യോസ് എടുത്താൽ അതിൽ 4 ടേംസ് വരും അല്ലെ, 4 ക്വാണ്ടിറ്റീസ് വരും. ഒരു റേഷ്യോയിൽ 2 ക്വാണ്ടിറ്റി, രണ്ടാമത്തെ റേഷ്യോയിലും 2 ക്വാണ്ടിറ്റി, അങ്ങനെ 4 ക്വാണ്ടിറ്റീസ് വരും. രണ്ട് റേഷ്യോസ് ഈക്വലന്റ് ആണെന്ന് പറഞ്ഞാൽ that means the 4 quantities are in proportion. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. If two ratios are equivalent, then the 4 quantities are said to be in proportion. പ്രപ്പോർഷന്റെ മീനിങ് അനുപാതം കേട്ടിട്ടുണ്ടോ? Then if A, B, C, D are 4 quantities such that A is to B equal to C is to D, then A, B, C, D are in proportion. രണ്ട് റേഷ്യോസ് ഈക്വലന്റ് ആണെങ്കിൽ, രണ്ട് റേഷ്യോസ് ഈക്വലന്റ് ആണെന്ന് എങ്ങനെ പറയാം? 4 ക്വാണ്ടിറ്റീസ് എ, ബി, സി, ഡി, 4 ക്വാണ്ടിറ്റീസ് ഉള്ള റേഷ്യോ, രണ്ട് റേഷ്യോസ് എ ഈസ് ടു ബി, എ ഈസ് ടു ബി, എ ഈസ് ടു ബിയും സി ഈസ് ടു ഡിയും, സി ഈസ് ടു ഡിയും ഈക്വലന്റ് റേഷ്യോസ് ആണെങ്കിൽ എ, ബി, സി, ഡി ആർ ഇൻ പ്രപ്പോർഷൻ. പ്രപ്പോർഷൻ ആണെന്ന് പറയുന്നതിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എ ഈസ് ടു ബി A is to B is to B, C is to D, C is to D. രണ്ട് റേഷ്യോസിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരു സിമ്പൽ വന്നിട്ടുണ്ടെങ്കിൽ that means the 4 figures are in proportion. Okay, ഇതാണ് പ്രപ്പോർഷണാലിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പൽ. ഓക്കെ, then പ്രപ്പോർഷണാലിറ്റി കണ്ടീഷൻ. 4 ടേംസ് പ്രപ്പോർഷൻ ആണെന്ന് പറഞ്ഞാൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി, ഇത് 4 പ്രപ്പോർഷൻ ആണ്. അതിനർത്ഥം എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡി. എ ഈസ് ടു ബി എന്ന് പറയുന്നത് എ ബൈ ബി ആണ് അല്ലെ? എ ബൈ ബി ആണ് എ ഈസ് ടു ബി. A is to B is equal to C is to D എന്ന് പറഞ്ഞാൽ A by B equals C by D. A by B equals
സി ബൈ ഡി. ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് അൺലൈക്ക് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്ത സമയത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. ഇവിടെയുള്ള ഈ ബൈ ബി, LHSലുള്ള ബൈ ബി, എ അവിടെ തന്നെ കിടക്കട്ടെ. LHSലുള്ള ബൈ ബി സിന്റെ അടുത്തേക്ക് പോകുമ്പോ RHSലേക്ക് പോകുമ്പോ എന്താവും? ഇൻറ്റു ബി ആവും. മിസ് മനസ്സിലായില്ല. എ ഡിവൈഡഡ് ബൈ ബി എന്നുള്ളത് ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഡിവൈഡഡ് ബൈ ബി എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. ഓക്കെ, അതുപോലെ ഈ സി ബൈ ഡിയിലെ സി ഡിവൈഡഡ് ബൈ ഡി എന്നുള്ളത് ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ സി ഇൻറ്റു എ ഇൻറ്റു ഡി എന്നായി മാറും. ഡിവൈഡഡ് ബൈ ഡി എന്നുള്ളത് മൾട്ടിപ്ലൈഡ് ബൈ ഡി എന്നാവും. That means A into D is equal to C into B. അതായത് നമ്മൾ സാധാരണ രണ്ട് ടേംസ് വേരിയബിൾസ് എഴുതുന്ന സമയത്ത്, അതായത് ലെറ്റേഴ്സ് വെച്ച് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പൽ ഇടാറില്ല, ഇൻറ്റു എന്നുള്ള സിമ്പൽ ഇടാറില്ല, യൂസ് ചെയ്യാറില്ല. അതായത് എ ഡി ഈക്വൽ ടു ബി സി. ഇതാണ് പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷൻ. എ ഈസ് ടു ബി ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും. എ ഈക്വൽ ടു ബി എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു സി ഈസ് ടു ഡി ആണെങ്കിൽ എ ഡി ഈക്വൽ ടു ബി സി ആയിരിക്കും. എ ഡി ഈക്വൽ ടു ബി സി ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? The four terms are in proportion. എ ഡി ഈക്വൽ ടു ബി സി ആണെങ്കിൽ മാത്രമേ തന്നിരിക്കുന്ന 4 ടേംസും പ്രപ്പോർഷനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. That is the proportionality condition. Then continued proportion. ഇത് എ ബി സി ഡി 4 നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ എ ഈസ് ടു ബി, A is to B is equal to A is to B is equal to B is to C ആണെങ്കിൽ, B is to C ആണെങ്കിൽ, അതായത് ആദ്യത്തെ റേഷ്യോയിലെ രണ്ടാമത്തെ നമ്പർ ആണ് രണ്ടാമത്തെ റേഷ്യോയിലെ ആദ്യത്തെ നമ്പർ എങ്കിൽ, ആദ്യത്തെ റേഷ്യോയിലെ ആൻസിഡന്റും കോൺസിക്വന്റും ഉണ്ടല്ലോ. ഫസ്റ്റ് ടേം ആൻസിഡന്റ്, സെക്കൻഡ് ടേം കോൺസിക്വന്റ്. ആദ്യത്തെ റേഷ്യോയിലെ കോൺസിക്വന്റ് ആണ് രണ്ടാമത്തെ റേഷ്യോയിലെ ആൻസിഡന്റ് ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷൻ എങ്ങനെ മാറ്റി എഴുതാം? എങ്ങനെ മാറ്റി എഴുതാം? എ ബൈ ബി, എ ബൈ ബി equal to C by D, sorry, B by C. B by C. Miss, A by D അല്ലേ വരേണ്ടത്? A by B. D അല്ലേ? A by B. A is to B ആണ് നമ്മൾ A by B എന്ന് എഴുതുന്നത്. A is to B നെയാണ് നമ്മൾ എന്ത് എഴുതിയേ? A by B എന്ന് എഴുതി. അതുപോലെ B is to C നെയാണ് നമ്മൾ B by C എന്ന് എഴുതിയത്. റേഷ്യോനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതി. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് A into C, B into B എങ്ങനെ വരും? A into B is equal to
sorry, A into C. A into C is equal to B into B. That is AC is equal to B into B, B square. B into B നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? B square. AC equal to B square. ഇതിൽ നിന്ന് B എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. B is equal to root AC. നിങ്ങൾ ഈ റൂട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? റൂട്ട് പഠിച്ചിട്ടുണ്ടോ? റൂട്ട് കാണാൻ, സ്ക്വയർ റൂട്ട് കാണാൻ. റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് AC ആണ് B ന്റെ വാല്യൂ. സ്ക്വയർ റൂട്ട് കാണാൻ പഠിച്ചിട്ടില്ല? സ്ക്വയർ എന്താണെന്നറിയോ? സ്ക്വയർ എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന പ്രൊഡക്റ്റിനെയാണ് അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെച്ചോ. ഇതും ഇതും പ്രൊപ്പോർഷണാലിറ്റി കണ്ടീഷന് ഹെഡിങ് എഴുതിയിട്ട് ഇതൊന്ന് എഴുതി വെക്കാം. AD equal to BC, AC equal to B square, that is B is equal to root AC. ഇതൊന്ന് ജസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. റേഷ്യോ എന്താണെന്ന് അറിയാം. പ്രപ്പോർഷൻ, രണ്ട് റേഷ്യോസ് ഇക്വലന്റ് ആണെങ്കിൽ അതിലുള്ള 4 ടേംസും പ്രപ്പോർഷൻ ആയിരിക്കും. പ്രപ്പോർഷണാലിറ്റി കണ്ടീഷൻ ഈസ് ദിസ്: A is to B is equal to C is to D ആണെങ്കിൽ A by B is equal to C by D ആയിരിക്കും. That means A into D is equal to C into B. രണ്ട് റേഷ്യോസ് പ്രപ്പോർഷൻ ആണെന്ന് പറയണമെങ്കിൽ AD equal to BC ആയിരിക്കും. അത് കണ്ടിന്യൂഡ് പ്രപ്പോർഷൻ ആണെങ്കിൽ, കണ്ടിന്യൂസ് റേഷ്യോ ആണെങ്കിൽ, അതായത് ആദ്യത്തെ റേഷ്യോന്റെ കോൺസിക്വന്റ് ആണ് രണ്ടാമത്തെ റേഷ്യോന്റെ ആന്റിസിഡന്റ് എങ്കിൽ A by B equal to B by C ആയിരിക്കും. That means A is to C is equal to B is to B is equal to AC equal to B square. Then B ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ B is equal to square root of AC. സ്ക്വയർ റൂട്ട് നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല? സ്ക്വയറും സ്ക്വയർ റൂട്ടും അറിയേയില്ല? പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ പഠിച്ചേ? മിസ് പഠിച്ചിട്ടില്ല മിസ്. ഇല്ല, 6th കാണുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇതിൽ സ്ക്വയർ റൂട്ട് ഒക്കെ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇതിൽ ഈ ചാപ്റ്ററിൽ അത്രേ പറയാനുള്ളൂ. ഇതിന്റെ പ്രോബ്ലം ചെയ്യണോ? ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. എല്ലാം ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയമാവും. ചെയ്യണോ അതോ അടുത്ത ചാപ്റ്റർ എടുക്കണോ? Thirteenth chapter, percentage, profit and loss, simple interest. ഇതൊക്കെ പഠിച്ചതാണോ? പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്.
പെർസെന്റേജ് പഠിച്ചിട്ടുണ്ടോ? അതൊക്കെ പഠിച്ചാ മിസ്സേ. Percentage. പ്രോഫിറ്റ് ആൻഡ് ലോസും പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസും പഠിച്ചിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് പഠിച്ചിട്ടില്ല. ഓക്കെ. Then what is percent? നമ്മൾ എന്തെങ്കിലും ക്വാണ്ടിറ്റിയെ 100ന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെന്റ് എന്ന് പറയാ. പെർസെന്റ്. സെന്റ് മീൻസ് 100. CENT. സെന്റ് എന്ന് പറഞ്ഞാൽ 100 എന്ന മീനിങ്. അപ്പൊ പെർസെന്റ് 100ൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ 100ന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് 100ൽ ഏതെങ്കിലും ഒരു എക്സാമിൽ 100ൽ 75 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ മാർക്ക് പറയാ? 75/100 അല്ലേ? 75% എന്ന് പറയും. അതുപോലെ എല്ലാ ടേമിനെയും എല്ലാ മാർക്കിനെയും നമുക്ക് പെർസെന്റിൽ എക്സ്പ്രസ് ചെയ്യാം. Then the term percent has been derived from the Latin word per centum. Here pers means for every or out of, and centum means 100. അതായത് പെർസെന്റ് എന്ന് പറഞ്ഞാൽ every അല്ലെങ്കിൽ out of 100. പെർസെന്റ് out of 100. out of 100ൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർസെന്റ് എന്ന് പറയുന്നത്. Percentages are numerators of fractions with denominator 100. Percentage എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 100 ആയിട്ട് വരുന്ന ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ പെർസെന്റേജ് എന്ന് പറയുന്നത്. Then percentage നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? പെർസെന്റേജ് ഇപ്പോ 25/100 നമ്മൾ 100 പാർട്സ് ആക്കിയതിൽ 25 പാർട്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഇറ്റ് ഈസ് 25%. ഇതാണ് പെർസെന്റേജിന്റെ സിമ്പിൾ. പെർസെന്റേജ് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് സർ. പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സിമ്പിൾ അല്ല, പെർസെന്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് ഇത്. ഓക്കെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ തന്നാൽ അതിന്റെ പെർസെന്റേജ് കാണാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇപ്പോ 5/10 5/10നെ പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ഫ്രാക്ഷൻ കിട്ടിയാൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കത് പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? മിസ് 5നെയാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5/10നെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ 5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ 10 തന്നെ എഴുതാം. അപ്പൊ ഇവിടെ 100നെയും 10നെയും നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 10നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 എന്ന് കിട്ടും. 5 × 10 50. This is 50%. 5/10 എന്ന് പറഞ്ഞാൽ 50%. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് പെർസെന്റേജിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. ഇനിയിപ്പോ ഏത് സംഖ്യയാണേലും 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഏത് സംഖ്യയാണേലും ഫ്രാക്ഷൻസ് ഏത് ഫ്രാക്ഷൻ ആണെങ്കിലും 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പോ 25 by 25/75.
ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? വേണ്ട 75 വേണ്ട, 25/50 ആയിക്കോട്ടെ. 75 വരുമ്പോൾ പോയിന്റ് വരും. 25/50 നമുക്ക് ഫ്രാക്ഷൻ പെർസെൻറ്റേജിലേക്ക് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്കറിയാം ഒരു ഫ്രാക്ഷനെ ഒരു ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെ ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 25 into 100 എന്നിട്ട് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതാം, ഡിവൈഡഡ് ബൈ 50. ഇവിടെ 50യെയും 100നെയും നമുക്ക് എന്ത് ചെയ്യാം? 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50യെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 100നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. Then the percentage is 25 into 2, 50%. കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 191. Example 1. Express each of the following fractions as percent. 1/20, 37/100, 1 3/5. 1/20 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 എന്ന് കിട്ടും. അതായത് 20യെയും 100നെയും 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അപ്പോൾ 5 എന്ന് കിട്ടും. Then 37/100. 37/100നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 37 തന്നെ കിട്ടും. 37%. Then 1 3/5. 1 3/5 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? അതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്താൽ 8/5 എന്ന് കിട്ടും. 8/5നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 160 എന്ന് കിട്ടും. 160%. ഓക്കെ. Exercise 13A. Exercise 13A, page number 195. Page number 195. അതിൽ first question. Express each of the following fractions as percent. അതിലൊരു 3 എണ്ണം ചെയ്ത് നോക്കി. ആദ്യത്തെ 3 എണ്ണം 2/5, 7/20, 19/25. ആ 3 എണ്ണം ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയേ, പെർസെന്റ് കണ്ടുപിടിച്ച് നോക്കിയേ. ഓക്കെ, ടൈം തീരാറായി. നിങ്ങളൊരു കാര്യം ചെയ്തോ, ആ 8 എണ്ണവും ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ആൻസർ എഴുതി വെച്ചോ. അടുത്ത ക്ലാസ് നമുക്കൊരു സെക്ഷനും കൂടിയല്ലോ ഉച്ചയ്ക്ക് ശേഷം, അന്നേരം അതിന്റെ ആൻസർ പറയാം. ഓക്കെ, ചെയ്തു വെച്ചോ കേട്ടോ. ബൈ.